പർട്ടിക്കുലർ ബ്രീതിങ് ടെക്നിക്ക് ഉണ്ടോ? പാനിക് അറ്റാക്കിനും ആൻസൈറ്റിക്കൊക്കെ നമുക്ക് ബ്രെത്ത് വർക്ക് ചെയ്താൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മാറി നിൽക്കുക എന്നുള്ളതാണ്. ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്രീതിങ് റേറ്റ് കൂടുന്നു, അപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഏറ്റവും നല്ല ബ്രെത്ത് വർക്കാണ് അല്ല 100 ഓടുക. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ പാനിക് അറ്റാക്കിനും അതുപോലെ തന്നെ ഈ ആൻസൈറ്റിക്കൊക്കെ നമുക്ക് എന്താണ് പർട്ടിക്കുലർ ബ്രീതിങ് ടെക്നിക്ക് ഉണ്ടോ എന്നൊക്കെ കുറേ സംശയങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്താൽ വെച്ചാൽ ഈ ഒരു പെട്ടെന്നുള്ള എമർജൻസി സിറ്റുവേഷനിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതായത് നിങ്ങൾക്ക് സഡനായിട്ട് വരുന്ന ഒരു കാര്യത്തിൽ നമുക്ക് അപ്പോൾ ബ്രെത്ത് വർക്ക് ചെയ്താൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്കൊരു അകാരണമായ ഒരു സ്ട്രെസ് ലെവൽസ് വന്ന് നമുക്ക് പോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോയി കുറച്ചും കൂടെ എയർ സർക്കുലേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ നന്നായിട്ട് നിങ്ങൾ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മുഖം അടിച്ചടിച്ച് നല്ലപോലെ സ്പ്ലാഷ് ചെയ്ത് നിങ്ങൾ മുഖം കഴുകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് പോയി ഒരു കോൾഡ് ഷവർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പെട്ടെന്നുള്ള ഒരു ആൻസൈറ്റിയും പാനിക് അറ്റാക്കും വരുമ്പോൾ ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ല കാര്യം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നു, അമിഗ്ഡാലയുടെ സ്റ്റിമുലേഷൻ, അതായത് നിങ്ങളുടെ അമിഗ്ഡാല ഓവർ സ്റ്റിമുലേറ്റഡ് ആവുമ്പോൾ അത് പറയുന്നത് ബോഡിയോട് പറയുന്നത് പെർഫോം അല്ലെങ്കിൽ ഡൂ സംതിങ് എന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു, ബ്രീതിങ് റേറ്റ് കൂടുന്നു, അപ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. സോ എന്താണത് ബോഡിയോട് പറയുന്നതെന്ന് വെച്ചാൽ ഡു സംതിങ്, ഒരു മൂവ്മെൻറ്റിനോടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റണ്ണിങ്ങിനോ അല്ലെങ്കിൽ നമ്മൾ വേഗം തന്നെ നിങ്ങൾ ഒരു സ്പോർട്സ് ഷൂസൊക്കെ എടുത്തിട്ട് നല്ല 100 ഓടുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹാർട്ട് റേറ്റും ബ്രീതിങ് റേറ്റും ഒക്കെ അതുമായിട്ട് സിങ്ക് ചെയ്ത് കുറച്ചും കൂടി നമ്മളുടെ കൺട്രോളിലേക്ക് ഇത് വരാനായിട്ട് തുടങ്ങും. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ട എമർജൻസി കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ ഒരു ടെൻഷൻസും അതിനെയൊക്കെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? അതായത് നമ്മളെപ്പോഴും നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ചിന്തകളും അതുപോലെ തന്നെ ഒരു പെട്ടെന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് കയറി വന്നു. അത് അന്നേരം നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഹലേഷൻ്റെ ഡബിൾ എക്സലേഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളൊരു ഇൻഹലേഷൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഫോഴ്സ്ഫുള്ളി നിങ്ങളൊരു എക്സേൽ എടുക്കുക എന്നുള്ള രീതിയിൽ എടുക്കുക. അതായത് നിങ്ങൾ ഇൻഹലേഷൻ നോർമലാണ്, 1 more time എന്നുള്ള രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, സാധാരണ രീതിയിൽ ലോങ് എക്സലേഷൻ, അതായത് ഷോർട്ട് ഇൻഹലേഷൻ, ലോങ് മറ്റേതെന്ന് പറയുന്ന ഒരു ഫോഴ്സ്ഫുൾ എക്സലേഷൻ ആണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ലോങ് എക്സലേഷൻ ആണ്. അതായത് നമ്മളൊരു സാധാരണ ശ്വാസം എടുക്കുന്നു, എത്രത്തോളം നിങ്ങൾക്ക് എക്സെയിൽ ചെയ്യാമോ അത്രത്തോളം നിങ്ങൾ എക്സെയിൽ ചെയ്ത് വിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓക്സിജനേഷൻ ഉള്ളിലേക്ക് കയറുകയും നിങ്ങളുടെ ബ്രെയിൻ സെൽസ് ഭയങ്കര കാമാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഷോർട്ട് ഇൻഹലേഷൻ, ലോങ് എക്സലേഷൻ. ഇനി രണ്ടാമത്തെ ഒരു ബ്രെത്ത് വർക്ക് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ബാലൻസ് വേണം. അതായത് നമുക്കിപ്പോൾ നമ്മളുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ, പക്ഷെ നമുക്ക് തോന്നുകയാണ് നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാളിപ്പോകുന്നു അല്ലെങ്കിൽ എനിക്കൊരു ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് 5:1 ബ്രെത്ത് വർക്ക് എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ഇൻഹലേഷൻ, ഈക്വൽ എക്സലേഷൻ. അത് നോക്കിക്കോളൂ. അതായത് നമ്മൾ എണ്ണുക, അതായത് ഒന്നുകൂടി കാണിക്കാം, 3 വിചാരിച്ചു. ഇനി അത്രയും തന്നെ നിങ്ങൾ എക്സേൽ ചെയ്യാം. വീണ്ടും നമ്മൾ 5 എടുക്കാം, അങ്ങനെ 5:5, 3:3 അല്ലെങ്കിൽ 4:4, എത്രയാണോ നിങ്ങൾ ഇൻഹെയിൽ ചെയ്യണം അത്രയും ഈക്വൽ എമൗണ്ട് ഓഫ് എയർ നിങ്ങൾ എക്സെയിൽ ചെയ്ത് കളയാം. ഇതാണ് നമുക്കൊരു സന്തുലിതാവസ്ഥ, നമ്മുടെ ഉള്ളിലൊരു ബാലൻസ് വരുത്താനായിട്ടുള്ള ഏറ്റവും നല്ല ബ്രെത്ത് വർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ഡ്യൂറേഷനാണ്. ഇനി നമ്മളുടെ വേറൊരു ബ്രെത്ത് വർക്കാണ് 4:4:4:4. അതായത് 4 ഇൻഹലേഷൻ, 4 ഹോൾഡിങ്,
4 എക്സലേഷൻ, 4 ഹോൾഡിങ്. ഇതെന്തിനാണെന്നറിയോ? ഇതിനാണ് മൈൻഡ് കൺട്രോൾ കിട്ടാനായിട്ട്. മൈൻഡ് കൺട്രോൾ കിട്ടാനും നല്ല ഷാർപ്പായിട്ട് നമുക്ക് ചിന്തിക്കാനും നല്ല ഫോക്കസ് കിട്ടാനൊക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ല ബ്രെത്ത് വർക്കാണ് ഈ 4-4-4 റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, ഹോൾഡ് ചെയ്യുക, എക്സേൽ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, വീണ്ടും ഇൻഹേൽ ചെയ്യുക, ഹോൾഡ്, എക്സേൽ, ഹോൾഡ്. ഇതുപോലെ നിങ്ങൾ എത്ര തവണ പ്രാക്ടീസ് ചെയ്യണം? 3, 5, 9 എന്നുള്ള ഓഡ് മൾട്ടിപ്പിൾസിലാണ് യൂഷ്വലി ബ്രെത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3 തവണ ചെയ്യാം, 5 തവണ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ എവിടെ ഇരുന്നും, ബസ്സിലിരുന്നും കാറിലിരുന്നും ഓഫീസിലിരുന്നും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തിങ്കിങ് ആണ്. അതായത് അവർക്ക് ഒന്ന് മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്രെത്ത് വർക്ക് എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഒരു ഇൻഹലേഷൻ കഴിഞ്ഞിട്ട് ഡബിൾ എക്സലേഷൻ, അതായത് അതായത് നമ്മൾ ഒരു ഡബിൾ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, സോറി ഞാൻ നേരത്തെ പറഞ്ഞത് ഡബിൾ എക്സലേഷൻ എന്നാണ്. നമ്മൾ അതായത് അങ്ങനെ നമ്മൾ ആ നെഗറ്റീവ് തിങ്കിങ് വരുന്ന സമയത്തൊക്കെ ഈ ഡബിൾ ഇൻഹലേഷൻ ആൻഡ് എക്സെയിൽ, ഡബിൾ ഇൻഹലേഷൻ ആൻഡ് എക്സെയിൽ എന്നുള്ള പാറ്റേണിൽ നിങ്ങൾ പോവുക. അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ അതായത് നമുക്ക് ഇന്നക സമയത്ത് നമ്മൾ ഇന്നത് ചെയ്യുക, അങ്ങനെ നമ്മളൊരു പാറ്റേൺ നമ്മൾ ബ്രെത്ത് വർക്കിന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മെഡിസിൻസിൻ്റെയും ആവശ്യമില്ല. കൂടാതെ ഇതെല്ലാം പറഞ്ഞാലും നിങ്ങളുടെ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12ഉം മഗ്നീഷ്യവും ഈ 3 ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം വൈറ്റമിൻ ഡി ഈസ് ഫോർ ആൻസൈറ്റി, vitamin B12 is for coordination, concentration and memory power, and magnesium is to calm your brain, muscle relaxation and even for a better sleep എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം വരാം. അപ്പോൾ അതിൻ്റെ മൂലകാരണത്തിനെ മനസ്സിലാക്കി ഈ ബ്രെത്ത് വർക്ക് കൂടി ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള 100% റിസൾട്ടിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വളരെ ഷോർട്ടായിട്ട് തന്നെ ഞാൻ ഈ പാനിക് അറ്റാക്ക് ആൻഡ് ആൻസൈറ്റി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രെത്ത് ടെക്നിക്സ് എല്ലാവരും പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക.